ഇനിയിപ്പോൾ എത്രയൊക്കെ കറികൾ വന്നു എന്ന് പറഞ്ഞാലും ആ പഴയകാല കറികളില്ലേ, നമ്മുടെ അമ്മയും അമ്മൂമ്മയൊക്കെ ഉണ്ടാക്കി തന്നിരുന്ന ആ കറികൾ അതിൻ്റെ തട്ട് താണ് തന്നെ ഇരിക്കും. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു കപ്പ് ചിരവേ തേങ്ങ ഇട്ട് കൊടുത്ത് ഈ തേങ്ങയൊന്ന് വറുത്തെടുക്കാം. തേങ്ങ വറുത്ത് വരുന്ന സമയം കൊണ്ട് ഒരു നാരങ്ങ വലിപ്പത്തിൽ പുളി വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെക്കുന്നുണ്ട്. ഇനി ഈ തേങ്ങ നന്നായി ഇളക്കി വറുത്ത് ഇതുപോലൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് കുരുമുളകും ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി മൂപ്പിച്ച് ഈ പൊടികളൊക്കെ ഒന്ന് മൂത്തതായി ഈ ഒരു പരുവമായാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് 1/2 ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കാം. ഇനി അതേ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഉള്ളിലെ കുരുവെല്ലാം കളഞ്ഞതായി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്ത് 2 പാവയ്ക്കായും ചേർത്ത് കൊടുത്ത് കളറൊക്കെ മാറിയതായി ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ നമുക്ക് ഈ പാവയ്ക്കെല്ലാം വറുത്ത് കോരി മാറ്റാം. ഇനി അതേ എണ്ണയിലേക്ക് 8-10 ചെറിയുള്ളി, ചെറിയൊരു തക്കാളി കഷ്ണങ്ങളാക്കിയതും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി വഴറ്റി ഈ ഉള്ളിയും തക്കാളിയൊക്കെ വഴണ്ടതായി ഈ ഒരു പരുവമാകുമ്പോൾ നമ്മൾ നേരത്തെ വറുത്തരച്ച് വെച്ച തേങ്ങയും ചേർത്ത് മിക്സിയുടെ ജാറ് കഴുകി ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇനി നമ്മൾ കുതിർത്തി വെച്ച പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച പാവയ്ക്കയും ചേർത്ത് കൊടുത്ത് ഇളക്കി മിക്സ് ചെയ്ത് ഇനി ഒരു 10 മിനിറ്റോടെ നന്നായി തിളപ്പിച്ച് ചാറയ്ക്ക് ഒന്ന് കുറുകി വരുമ്പോൾ കുറച്ച് ശർക്കരയും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് തീ ഓഫ് ചെയ്യാം. ഇനി ചൂടായ എണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുകും 3-4 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ച് താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ നല്ല കുറുകുറാന്നിരിക്കുന്ന പാവയ്ക്ക തീയൽ റെഡി. ഇനിയിപ്പോൾ എത്രയൊക്കെ കറികൾ വന്നു എന്ന് പറഞ്ഞാലും ഈ ഒരു കറികളുടെയൊക്കെ ടേസ്റ്റും അതിൻ്റെ രുചിയും മണവും ഒക്കെ നമ്മുടെ നാവിൽ നിന്ന് മാറുമോ? അപ്പോൾ എങ്ങനെയാ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയല്ലേ. അപ്പോൾ ഇതേപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.